പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള ഈശോയെ, ഈ ദിവസം ഈ രാത്രിയിൽ നിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരിക്കൽ കൂടെ ഒരു വലിയ അവസരം നൽകിയതിന് നന്ദി പറയുന്നു ഈശോയെ. ഈ ജീവിതത്തിൽ ഇന്ന് ഉണ്ടായ എല്ലാ അനുഭവങ്ങളും എല്ലാ സംഭവങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. എല്ലാത്തിലും നിൻ്റെ ഇടപെടലുകൾ കാണാൻ സാധിച്ചതിന് നന്ദി പറയുന്നു ഈശോയെ. നിന്നെ മറന്നുപോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് ഈശോയെ. ആ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു ഈശോയെ. നീ നൽകുന്ന ഓരോ ദിവസവും സുന്ദരമാണ്. ആ സുന്ദരമായ ദിവസത്തിൻ്റെ നന്മകളോർത്ത് നിനക്ക് നന്ദി പറയാനും ആ സുന്ദരമായ ഓർമ്മകളിലൂടെ ദൈവാനുഗ്രഹങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങാനും നീ എനിക്ക് കൃപ നൽകണമേ ഈശോയെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ ദിവ്യകാരുണ്യത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വിശുദ്ധയാണ്. അപ്പോൾ ഇന്നലെ ദിവ്യകാരുണ്യ അനുഭവം, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ആദ്യ ദിവ്യകാരുണ്യ അനുഭവം നമ്മൾ കേട്ടു. വീണ്ടും കൊച്ചു ത്രേസ്യ ആദ്യ ദിവ്യ കുർബാന സ്വീകരണ ദിവസത്തെ വിളിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പേരുണ്ട്. അവളുടെ ആദ്യ കുർബാന സ്വീകരണ ദിവസത്തെ വിളിക്കുന്നത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഡേയ്സ് എന്നാണ്. അതായത് സുന്ദരമായ ദിവസങ്ങളിൽ അതിസുന്ദരമായ ദിവസം. ഈ ഒരു കൊച്ചുവാക്കിലൂടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത് ദൈവം നൽകിയ എല്ലാ ദിവസവും സുന്ദരമാണ്, അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് ദൈവം നൽകുന്ന ഓരോ ദിവസവും. പക്ഷേ അവൾ ആദ്യമായിട്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ച ദിവസത്തെ സുന്ദരമായ ദിനങ്ങളിൽ വെച്ച് അതിസുന്ദരമായ ദിനം എന്ന് പറയാം. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഡേയ്സ്. അത്രയ്ക്ക് ഹൃദയത്തെ സ്പർശിച്ച ഒരു ദിവസമായിരുന്നു അവളുടെ ആദ്യ ദിവ്യ കുർബാന സ്വീകരണ ദിനം എന്ന് പറയും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 40 വരെയാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനാണ് ജീവൻ്റെ അപ്പം. പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ഈ സുവിശേഷത്തിൻ്റെ അവസാനം ഈശോ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനും നഷ്ടപ്പെട്ടു പോകാതെ അന്ത്യദിനത്തിൽ അവനെ ഉയർപ്പിക്കണമെന്നാണ് അവൻ്റെ ഇഷ്ടം. അപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് വരുന്ന ഓരോരുത്തരും പിതാവായ ദൈവം ഈശോയ്ക്ക് നൽകിയിട്ടുള്ള സമ്മാനമാണെന്നാണ് ഈശോ പറയുക. അവിടുന്ന് എനിക്ക് നൽകിയിട്ടുള്ളവരെല്ലാം എൻ്റെ അടുക്കലേക്ക് വരും. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഈശോയുടെ അടുക്കലേക്ക് വരാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മളൊക്കെ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെ പിതാവായ ദൈവം ഈശോയ്ക്ക് സമ്മാനമായിട്ട് നൽകിയത്. ഈശോ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം. പ്രിയപ്പെട്ടവരെ, ജീവൻ അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചത്. ജീവൻ, നമ്മുടെയൊക്കെ ജീവൻ ഒന്ന് സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ പഠിക്കാൻ പോയവർ പഠിച്ച് നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു ജോലി നേടാൻ, അതായത് ജീവൻ സേഫാക്കാനായിട്ട്, ജീവിതം സേഫാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത്, അധ്വാനിച്ചത്, കഷ്ടപ്പെട്ടത്, വേദനകൾ ഏറ്റെടുത്തത്, നിന്ദനങ്ങൾ സഹിച്ചതെല്ലാം നമ്മുടെ ജീവൻ സേഫാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാനുഷികമായിട്ട് നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞു, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ആത്മാവിൻ്റെ സേഫ്റ്റിയാണ്. അവിടെയാണ് കർത്താവ് നമ്മളോട് പറയുക, ഞാനാണ് ജീവൻ്റെ അപ്പം. നിൻ്റെ ശരീരത്തിനും മനസ്സിനും ജീവൻ നൽകുന്ന അപ്പമാണ് ഞാൻ. എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ലെന്ന് പറയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കായികമായ അധ്വാനം മാത്രം പോരാ, നമുക്ക് ആത്മീയമായ അധ്വാനം കൂടെ വേണം. അതാണ് നമ്മളുടെ ആത്മാവിനെ കൂടുതൽ വിശുദ്ധീകരിക്കുകയും നന്മയുള്ള മക്കളായി നമ്മളെ മാറ്റുകയും ചെയ്യും. ഇത് ജൂബിലി വർഷമാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന വർഷം. പ്രത്യാശയിൽ ജീവിക്കാനായിട്ടാണ് നമ്മുടെ മുൻ പാപ്പായിരുന്ന ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ആവശ്യപ്പെടുക. സ്പെസ് നോൺ കോൺഫുൻഡിത് എന്ന് പറയുന്ന ആ ലേഖനത്തിലൂടെ പാപ്പ നമ്മളോട് പറയുന്നത് പ്രത്യാശയിലേക്ക് നടക്കുന്നവരാണ്. അതുകൊണ്ട് മുഖത്തെപ്പോഴൊരു പുഞ്ചിരി സൂക്ഷിക്കണമെന്ന് പാപ്പ പറയാണ്.
ഈ ജീവൻ്റെ അപ്പമായ ഈശോ ഹൃദയത്തിൽ നിത്യമായിട്ട് വസിക്കുന്നവരുടെ മുഖത്തൊക്കെ ഒരു ശാന്തതയുണ്ടാകും, എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകും. കാരണം എന്തൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് കൂടെ ഉണ്ട്, പിന്നെ എന്തിനാ പേടിക്കണത് എന്നുള്ളൊരു ധൈര്യം. ആ ധൈര്യത്തിലാണ് നമ്മൾ ഉറങ്ങാൻ പോവുക. എൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനം കഴിഞ്ഞു, ഇനിയെല്ലാം കർത്താവിൻ്റെ അടുത്താണ് അതിൻ്റെ ഫലം നൽകുക, ഫലം ലഭിക്കുക എന്നുള്ളത്. അധ്വാനിച്ചാൽ ദൈവം നമുക്ക് അതിൻ്റെ ഫലം നൽകും. കാരണം നമ്മുടെ അധ്വാനങ്ങൾ മുഴുവനും ഈശോയുടെ കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെ അധ്വാനങ്ങൾ മുഴുവൻ ഈശോയുടെ കൂടെ ആയിരിക്കാം. ഈശോയാകുന്ന ജീവൻ്റെ അപ്പം എന്നും ഹൃദയത്തിൽ, എന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം വഹിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ഈശോയിലേക്ക് നോക്കി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈശോയെ ഒരുപാട് നന്ദി പറയുന്നു. ഇന്നിൻ്റെ അധ്വാനം മുഴുവനും കഴിഞ്ഞ് ശാന്തമായി ഉറങ്ങാനായിട്ട് ഒരുങ്ങുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ രാവിലെ മുതൽ അധ്വാനിച്ചു, ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടി, ചില സ്ഥലങ്ങളിൽ തോറ്റുപോയി, പിന്തള്ളപ്പെട്ടു. ഈശോയെ ചില കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാൻ പറ്റി, പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ ചില കാര്യങ്ങൾ പഠിച്ചൊന്നും ഓർമ്മയിൽ വരുന്നില്ല, ഓർമ്മയിൽ നിലനിൽക്കുന്നല്ല. ഈശോയെ ചിലപ്പോഴൊക്കെ ഒരുപാട് സന്തോഷം കിട്ടി, ദുഃഖം കിട്ടി, വേദനകൾ കിട്ടി. ചിലപ്പോൾ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട്, തോറ്റുപോയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഈശോയെ എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കർത്താവേ, എല്ലാം നിനക്ക് നൽകുന്നു. ഒരു ടെൻഷനും ഇല്ലാണ്ട് ഉറങ്ങാനായിട്ട് ഈശോയെ അനുഗ്രഹിക്കണം. കാരണം നിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഉറങ്ങുക, കാരണം നീ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. പിതാവായ ദൈവം ഞങ്ങളെ നിനക്ക് സമ്മാനമായിട്ട് നൽകിയതാണ്. ഈശോയെ നിൻ്റെ പ്രിയപ്പെട്ട സമ്മാനങ്ങളായിട്ട്, നിനക്കെന്ന് സന്തോഷം നൽകുന്ന സമ്മാനങ്ങളായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ ഒരിക്കലും ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണം. ഈശോയെ നീ സുവിശേഷത്തിൽ പറഞ്ഞല്ലോ, പിതാവായ ദൈവം എനിക്ക് നൽകിയിട്ടുള്ളവരിൽ ഒരുവനെങ്കിലും നഷ്ടപ്പെട്ടു പോകാതെ അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കുന്നു. ഈശോയെ ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആരും നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗത്തിൽ നിന്ന് നിത്യമായി കാണാൻ അനുഗ്രഹിക്കണം. ശാന്തമായ ഒരു രാത്രി, അനുഗ്രഹങ്ങൾ നിറഞ്ഞ രാത്രി, പുണ്യം നിറഞ്ഞ ഒരു പ്രഭാതം ഈശോയെ ഞങ്ങൾക്ക് നൽകണം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം. കുരിശടയാളം വരച്ച് നമ്മളെയും ഈ രാത്രിയെയും നമുക്ക് വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.